ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഓഗസ്റ്റ് 15 ശനിയാഴ്ചത്തെ ഒരു വീഡിയോ ആണ്. ഇന്ന് ഞാൻ വെളുപ്പിനെ 3:30 ആയപ്പോഴത്തെ എണീറ്റായിരുന്നേ. 3:30 എണീറ്റെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, എന്തെങ്കിലും കാര്യം കാണാതെ ഞാൻ എണീക്കില്ലല്ലോ അങ്ങനെ. അപ്പോൾ കർക്കിടക മാസമല്ലേ, അപ്പം ഒന്ന് ഗുരുവായൂരൊന്ന് പോകാമെന്ന് വിചാരിച്ചേ. അപ്പം അതിന് ഞാനും ചേട്ടനും കൂടെ ഞങ്ങൾ രണ്ടും പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മഴയൊക്കെ അല്ലേ, മക്കളെ കൂടെ കൊണ്ടുപോകുമായിരുന്നേ. അപ്പോൾ രാവിലെ ചായ മാത്രമേ കുടിച്ചുള്ളൂ, ഒന്നും കഴിക്കാൻ നിന്നില്ല. ഇത്രയും ഞങ്ങളൊരു 4:30 ആയപ്പോഴത്തേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഓട്ടോ വരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ KSRTC വരെ ഓട്ടോയിൽ പോയി. സമയം 4:30 ആയെങ്കിലും പുറത്തൊക്കെ നല്ല ഇരുട്ടായിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പോയപ്പോൾ മക്കളെയും കൊണ്ടുപോയായിരുന്നു. അന്ന് പ്രിയദർശിനി കിട്ടിയായിരുന്നു. ഗുരുവായൂർ വരെ കിട്ടിയത്, പക്ഷേ തൃശ്ശൂർ ആയപ്പോഴത്തേക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. എന്നിട്ട് അവിടുന്ന് പിന്നെ വേറൊരു പ്രൈവറ്റ് ബസ്സിനോ മറ്റോ പോകുമായിരുന്നു. ഇന്ന് KSRTC ചെന്നപ്പം അവിടെ ബസ് 6:15 പറഞ്ഞ്. പിന്നെ ഞങ്ങളൊരു പ്രൈവറ്റ് കിടന്ന് അതിലേക്ക് കയറി. തൃശ്ശൂർ വരെയുള്ള ബസ്സായിരുന്നു. പിന്നെ അതിൽ കയറി ഞങ്ങൾ. റോഡ് ഭയങ്കര മോശമായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഈ പ്രൈവറ്റ് അല്ലേ, അത് നിർത്തിയാണ് പോയത്. അപ്പം കുറേ സമയം എടുത്തോട്ട് തോന്നി ഗുരുവായൂർ എത്താനായിട്ട്. ഞങ്ങളൊരു 8:30 8:45 ആയപ്പോഴത്തേക്ക് ഗുരുവായൂർ എത്തിയായിരുന്നു. ആദ്യം മമ്മിയൂർ പോയി തൊഴുത്. കുറേ നാളായി മമ്മിയൂർ പോയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പോയപ്പോൾ ഞങ്ങൾക്ക് മമ്മിയൂർ ഉള്ളിൽ കയറാൻ പറ്റിയില്ലായിരുന്നു. നട നേരത്തെ അടച്ചിരുന്നേ. മമ്മിയൂർ തൊഴുത് ഒരു 9:30 കഴിഞ്ഞെന്ന് തോന്നുന്നു ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്ക്. അന്ന് നല്ല തിരക്കായിരുന്നു. ശനിയാഴ്ച, പിന്നെ ഓഗസ്റ്റ് 15 എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. അല്ലെങ്കിലും ഗുരുവായൂർ പിന്നെ പറയണ്ടായല്ലോ. എന്താ അറിയില്ല, ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. എത്ര പോയാലും നമുക്ക് മതി വരത്തില്ല. എത്ര അവിടെ പോയി തൊഴുതാൽ നമുക്ക് അങ്ങോട്ട് മതിയാവത്തില്ല അങ്ങോട്ട്. നമ്മളോട് പോകുമ്പം എന്താ പറയുന്നത്, രാവിലെ പോകുന്നു, പെട്ടെന്ന് തൊഴുതിട്ട് പ്രസാദം വാങ്ങിക്കുന്നു, അപ്പോൾ തന്നെ തിരിച്ച് ബസ് ഫുഡ് കഴിക്കുന്നു, തിരിച്ച് ബസ് കയറി വരുന്നു. പിന്നെ ചില സമയത്ത് ഭഗവാൻ പ്രസാദം കിട്ടാറുണ്ട്. അത് വളരെ ചുരുക്കമാണ് കിട്ടുന്നത്. പക്ഷേ എനിക്കിഷ്ടം പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, പതുക്കെ സ്വസ്ഥമായിട്ട് കുറച്ച് സമയം അവിടെയൊക്കെ ചിലവഴിച്ച് ഒക്കെ വരാൻ എനിക്കിഷ്ടം. നമ്മൾ പിന്നെ അന്ന് പോയിട്ട് അന്ന് തന്നെ വരുന്നതുകൊണ്ട് നടക്കാറില്ല. പിന്നെ ഞാൻ വിചാരിക്കും, ഇങ്ങനെയെങ്കിലും എനിക്ക് പോയി തൊഴാൻ പറ്റുന്നുണ്ടല്ലോ. എത്രയോ പേരിങ്ങനെ ആഗ്രഹം കാണും, പക്ഷേ പല സാഹചര്യങ്ങൾ കാരണം ഒന്നിൽ കൊണ്ടുപോകാൻ ആരും കാണത്തില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പൈസയുടെ ബുദ്ധിമുട്ട്, അങ്ങനെ പല പ്രശ്നം കാരണം, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ആരോഗ്യസ്ഥിതി മോശം കാരണം പോകാൻ പറ്റാത്തത്, അങ്ങനെ പല കാരണം കൊണ്ട് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ഞങ്ങൾ ബസ്സിനാണ് വന്നത്. അവിടുന്ന് തന്നെ പെട്ടെന്ന് പ്രൈവറ്റ് ബസ് കിട്ടിയായിരുന്നു. തൃശ്ശൂർ വരേക്കായിരുന്നെന്ന് തോന്നുന്നു. അതെ, തൃശ്ശൂർ വരേക്കായിരുന്നേ. പിന്നെ എന്നിട്ട് അവിടുന്ന് പിന്നെ അടുത്ത ഒരു ട്രാൻസ്പോർട്ട് കിട്ടി. അവിടെ ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് വന്നു. വരുന്ന വഴിക്ക് അരിമാവ് മേടിച്ചിട്ടാണ് വന്നത്. പിന്നെ പെട്ടെന്ന് ദോശ